താമര വിത്ത് മുളപ്പിക്കാൻ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഞാനൊരു ശ്രമം നടത്തിയിരുന്നു. ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്തുകളായിരുന്നു. ഇത്തവണ വീണ്ടും ഒരു ശ്രമം തുടങ്ങിയതായിട്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. വേറൊരു വിത്താണിത്. ഓൺലൈനായിട്ട് വാങ്ങിച്ചു തന്നെയാണ്. ഇമ്പോർട്ടഡ് ജാപ്പനീസ് വിത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ല റിവ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഒന്ന് പരിശ്രമിച്ചു. അതിൻ്റെ തൊലി കറുത്ത ഭാഗം കുറച്ച് ഉരച്ച് കളഞ്ഞു സാൻഡ് പേപ്പർ കൊണ്ട്. എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. ഒരു 3-4 ദിവസമായിട്ടേ ഉള്ളൂ. ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പരാജയം കാരണം. ഇന്ന് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് മുള വന്നിരിക്കണു, വിത്ത് പൊട്ടിയിരിക്കണു, മുള വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സൂം ചെയ്ത വ്യൂ ആണ്, ഇത്ര വലിപ്പമില്ല താമര വിത്ത്. നേരത്തെ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമായി. കാരണം ഒരിക്കൽ പരാജയപ്പെട്ടിട്ട് രണ്ടാമത് ശ്രമിക്കുമ്പോൾ ഒരു വിജയത്തിൻ്റെ സൂചന എന്നേ പറയാറായിട്ടുള്ളൂ. താമര തൈയൊന്നും ഉണ്ടായിട്ടില്ല, മുളയ്ക്കും എന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ കുറേ വിത്തും കൂടെ അവിടെ ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉരയ്ക്കാനൊരു ഉത്സാഹമായി. മറ്റത് ഇത് ഉരച്ചുണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട്. സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് കൈയൊക്കെ ഒരു വഴിക്കാവും. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം മാത്രം പരീക്ഷിച്ചിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ഇനി ബാക്കി വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഒരു ഉത്സാഹമായി. ഞാൻ എന്തായാലും ബാക്കി വിത്തുകൾ ഇതുപോലെ പരീക്ഷിക്കാൻ പോവുകയാണ്. പിന്നെ കഴിഞ്ഞ തവണ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വിത്ത് ശരിക്കും ഇങ്ങനെ ചെയ്ത് നോക്കി, ഒന്നും ശരിയായില്ല. പിന്നെയുള്ള വിത്തൊക്കെ വെറുതെ വെള്ളത്തിലിട്ടു, അതും ശരിയായില്ല. ഇത്തവണ അതുകൊണ്ടാണ് വളരെയധികം സന്തോഷമുള്ളത്. ഓൺലൈനായിട്ട് വാങ്ങിച്ച താമര വിത്തുകളാണ് ഈ കാണുന്നത്. മുമ്പൊരിക്കൽ ഞാൻ ഇതുപോലെ വാങ്ങിച്ചിട്ട് നട്ടു നോക്കി, ഒന്നും മുളച്ചില്ല. ഇത്തവണ ഇതിന് നല്ല റിവ്യൂസൊക്കെ ഉള്ളതാണ്. ഇമ്പോർട്ടഡ് ആണെന്നാണ് പറയുന്നത്, ജപ്പാനിൽ മറ്റോ വന്നതാണ്. പല കളറുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഇതിൽ വിത്തുകൾക്കും പല കളറുണ്ട്. അത് കളർ കോഡിങ് ആണോ എന്താണെന്നറിയില്ല. റിവ്യൂസിലൊക്കെ എഴുതിയിരിക്കണത് അത് വളരെ ഉപയോഗപ്രദമാണെന്നാണ്. പക്ഷേ ഈ താമരത്ത് മുളപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതിൻ്റെ പുറമെയുള്ള തോട് ചുരണ്ടി കളഞ്ഞിട്ട് വേണം മുളപ്പിക്കാൻ. കഴിഞ്ഞ തവണ ഞാൻ ചുരണ്ടി നോക്കി, കുറേ മെനക്കെട്ടു. കുറച്ച് ഭാഗത്തൊക്കെ കറുത്ത തോല്, അത് കറുത്തതായിരുന്നു വിത്തുകൾ, തോല് പോയി. അവസാനം സഹിയിട്ടിട്ട് ഞാൻ എല്ലാം എടുത്ത് വെള്ളത്തിലിട്ടു. കുറേ ദിവസം നോക്കി, ഒന്നും മുളച്ചില്ല. പിന്നെ എല്ലാം കൂടി എടുത്ത് ഒരു ചെടിച്ചട്ടിയിൽ വെള്ളം നിറച്ചിട്ട് അതിലിട്ട് നോക്കി, മണ്ണൊക്കെ ഇട്ടിട്ട്, അതും മുളച്ചില്ല. അപ്പോൾ കാരണം ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും. കാരണം നല്ലോണം ചുരണ്ടി കളയാതെ മുളപ്പിക്കാൻ ശ്രമിച്ചതാവാം. പക്ഷേ ഇത് ചുരണ്ടി കളയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാൻ പോവുകയാണ്, പുതിയ പരീക്ഷണം. കഴിഞ്ഞ തവണ ഞാൻ സാൻഡ് പേപ്പർ വെച്ച് ചുരണ്ടി നോക്കി, പിന്നെ കത്തി കൊണ്ട് ചുരണ്ടി നോക്കി. ഇത്തവണ ഞാൻ വീണ്ടും സാൻഡ് പേപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു വേറെ തരം സാൻഡ് പേപ്പറാണ്, കളർ വ്യത്യാസമുണ്ട്. മറ്റേ കറുത്തതായിരുന്നു, ഇത് ഒരു ബ്രൗൺ കളറാണ്. ഇത്തവണ കൈ വേദനിക്കാതിരിക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ ഗ്ലൗസും കൂടെ ഉപയോഗിച്ച് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ശ്രമിച്ചു നോക്കട്ടെ. 10 മിനിറ്റ് നേരം ഒരു വിത്ത് ഒരസിയിട്ട് ഉണ്ടായത് ഇതാ കണ്ടില്ലേ, ഈ വിത്ത്. ഇതാണ് ഒരസാത്ത വിത്ത്. ഇതിൻ്റെ ഷൈനിങ് ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സാൻഡ് പേപ്പർ കണ്ടോ, ഇത് കംപ്ലീറ്റ് മുട്ടയടിച്ച പോലെയായി. അതിൻ്റെ പൊടിയൊക്കെ കുറഞ്ഞു, ശക്തി കുറഞ്ഞു. ഇത് നല്ല ഒറിജിനൽ അടുത്ത വിത്തിന് വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇത് ശരിക്ക് കറുപ്പ് നിറം കോട്ടിങ് പോയ പോലെ കാണുന്നുള്ളൂ. ഇനിയിപ്പോൾ അത് വെള്ള നിറമാണെന്നൊക്കെയാണ് വായിച്ചിരിക്കുന്നത്. പക്ഷെ അത് നടക്കും തോന്നുന്നില്ല. 10 മിനിറ്റ് മെനക്കെട്ട് ഇതാണ് കിട്ടിയത്. അപ്പോൾ ചെറുപ്പത്തിലെ ജനലിൻ്റെ കമ്പി പെയിൻ്റ് അടിക്കാൻ ഏൽപ്പിക്കുമ്പോഴത്തെ അവസ്ഥ ആലോചിച്ചു പോയി. അന്ന് തറവാട് വീട്ടിൽ ജനലിൻ്റെ കമ്പിയൊക്കെ പെയിൻ്റ് അടിക്കണ പണി നന്നാ ചെറുപ്പത്തിലാണ് എനിക്കായിരുന്നു. അപ്പോൾ അത് തുരുമ്പൊക്കെ ഉരച്ച് കളഞ്ഞ് നല്ല ഷൈനിങ് ആയിട്ട് കമ്പി കാണാൻ തുടങ്ങുമ്പോൾ മാത്രമേ പെയിൻ്റ് അടിക്കാവൂന്നാണ് കണക്ക്. ഇപ്പോൾ ഒക്കെ ഞാൻ കണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെയൊന്നും മെനക്കെടാറില്ല. ചെറുതായിട്ടൊന്ന് ഉരസും എന്നിട്ട് പെയിൻ്റ് അടിക്കും. പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു. കംപ്ലീറ്റ് ഉരച്ച് വൃത്തിയാക്കി. അത് ആദ്യത്തെ പെയിൻറ്റിങ് ആയിരുന്നു തോന്നുന്നുണ്ട് അന്ന്, വീട് പണിത് കഴിഞ്ഞ ഉടനെ, പഴയ വീട്ടിലെ. അപ്പം കംപ്ലീറ്റ് നല്ല ഷൈനിങ്, നല്ല തിളക്കത്തിലാക്കി കഴിഞ്ഞിട്ടേ പെയിൻ്റ് അടിക്കുകയുള്ളൂ. എന്നാലും ആ പെയിൻറ്റ് നന്നായിട്ട് പിടിക്കുന്നതൊക്കെ പറയാം. അതും 2 കോട്ട്, ആദ്യം ഒരു ചെറിയ ലൈറ്റ് കോട്ട്, പിന്നെ ഒരു കോട്ട്, അങ്ങനെയൊക്കെയായിരുന്നു കഥ. അപ്പോൾ അത് ഓർമ്മ വന്നുപോയി. ഇത് 10 മിനിറ്റ് നേരം വരച്ചുണ്ടാക്കിയപ്പോൾ. എന്നിട്ട് തന്നെ എന്താ ഉണ്ടായിരിക്കണേ, ഒരു വിത്ത് കുറച്ച് അതിൻ്റെ മുകളിലുള്ള എന്തോ ഒരു കോട്ടിങ് പോയിട്ടുണ്ട്. ഇതാണ് പുതിയ വിത്ത്, ഇതാണ് വരച്ച വിത്ത്. ഇത് വരയ്ക്കാൻ ഉപയോഗിച്ച സാൻഡ് പേപ്പർ
ഇത് പുതിയ സാൻഡ് പേപ്പർ. അടുത്ത വിത്തിനോ അതോ ഇനി ഇതൊന്നുകൂടെ വരയ്ക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് ഞാൻ വെള്ളത്തിലിട്ട് പരീക്ഷിക്കാൻ പോവുകയാണ്. പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇൻഡസ്ട്രിയൽ ഗ്ലൗസ് ഇട്ടപ്പോൾ ഇതിന് ഗ്രിപ്പ് കിട്ടുന്നില്ല. ഇത് വളരെ ചെറിയ സാധനമല്ലേ, അപ്പോൾ അതിന് വലിയ ഗ്രിപ്പൊന്നും കിട്ടുന്നില്ല. അവസാനം ഗ്ലൗസൊക്കെ ഊരിക്കളഞ്ഞ് സാധാരണ പോലെ തന്നെയാണ് വരച്ചത്. അപ്പം സാധാരണ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ താമരയുടെ തൈ വാങ്ങാൻ കിട്ടും. ഒരു തൈന് 1000 രൂപയാണ് ഒരുവിധം വലിപ്പമുള്ളതിന്. ചെറിയ തൈയാണെങ്കിൽ 500 രൂപയ്ക്ക് കിട്ടും. ഇപ്പം മനസ്സിലായി അതിൻ്റെ വില കൂടുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ഞാൻ വിചാരിച്ചിരുന്നത് കുളത്തിലൊക്കെ ഉണ്ടാവുന്ന സാധനമല്ലേ, അപ്പോൾ വലിയ വില ഉണ്ടാവില്ല എന്നേ വിചാരിച്ചിരുന്നത്. അപ്പോൾ കാരണം മനസ്സിലായി.